ഹലോ, എൻ്റെ പേര് സൂരജ് രാജ് KS. ഞാൻ ഡിപ്ലോമ 16th ബാച്ചിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ നോർമൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ പേപ്പർ വർക്കാണ്. അതേപോലെ ടൈം കൺസ്യൂം ആണ് ഓരോ പ്രോസസ്സും. അതേപോലെ ഇതെല്ലാം ഇപ്പം എൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒറ്റ സിസ്റ്റത്തിലാക്കിയേക്കുവാണ്. അതിൽ നമുക്ക് സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യാം, ബാച്ച് ക്രിയേറ്റ് ചെയ്യാം, അതിൽ ഓരോ സ്റ്റുഡൻസിനെ അതിലോട്ട് അസൈൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അതിൽ സ്മാർട്ട് അനലൈസിസ് ഉണ്ട്. സ്റ്റുഡൻസ് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് ലോ അറ്റൻഡൻസ് 70% ലെസ് അറ്റൻഡൻസ് ആണെങ്കിൽ നമുക്ക് അതിൽ റിസ്ക് സ്റ്റേജ് എന്നും പറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ ഫിനാൻസിൻ്റെ ഇത് ചെയ്യാം. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സിസ്റ്റത്തിൽ മെയിൻ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈം കൺസ്യൂമിംഗ് ആണ്, പിന്നെ വർക്ക് ലോഡ് കൂടുതൽ ആണ്. അതേപോലെ നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് പ്രത്യേകം കെയർ കൊടുക്കണം. അതേപോലെ മുൻകൂട്ടി അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അക്കാഡമിക്കലി വീക്ക് ആണെങ്കിൽ നമുക്കത് മുൻകൂട്ടി അറിഞ്ഞ് അതിൻ്റേതായ കെയർ കൊടുക്കാൻ പറ്റും ഓരോ സ്റ്റുഡൻസിനും. നമുക്കിതിൽ ഫിനാൻസ് എടുത്തു നോക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും ഫീസ് അടക്കാത്ത കുട്ടികളെ നമുക്ക് കണ്ടുപിടിക്കാനും അത് ഒരു വർക്ക് ലോഡ് കൂടുതലാണ്, അതിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒറ്റ സിസ്റ്റത്തിൽ വളരെ ടൈം കുറഞ്ഞ് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അലർട്ട് മെസ്സേജസ് പോകുന്നതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ കുട്ടികൾ ഫീസ് അടച്ചിട്ടില്ല, ഏതൊക്കെ കുട്ടികൾ റിസ്ക് ലെവലാണ്, ക്രിട്ടിക്കൽ ലെവലാണ്, അതൊക്കെ ഈ പ്രോജക്റ്റ് കാണുന്നതാണ്. ഇപ്പോൾ നമുക്ക് ടീച്ചേഴ്സ് ആണെങ്കിലും അതേപോലെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അത് ആ ഒരു രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ. നമുക്കിപ്പോൾ ടീച്ചേഴ്സിന് വേണമെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഓരോ ഫിനാൻസിൻ്റെ ഇതിൽ അവർക്ക് ഓരോ റിപ്പോർട്ട് എടുക്കാൻ പറ്റും. ഓരോ കാര്യം മനസ്സിലാക്കാനും പ്രത്യേക ഒരു ഇത് വേണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ആൻഡ് ബാച്ച് മാനേജ്മെൻ്റ് ആണ്. പിന്നെ ഫീ നമുക്ക് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ മെയിനായിട്ട് നോക്കുവാണെങ്കിൽ സ്മാർട്ട് അനലൈസിസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് ഇതിൽ തന്നെ. നമുക്ക് അതുവഴി ഏതൊക്കെ സ്റ്റുഡൻസ് റിസ്ക് ലെവലാണ്, ക്രിട്ടിക്കൽ ലെവലാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് അലേർട്ട് മെസ്സേജ് അവർക്ക് പോവുകയും ചെയ്യും, അവരുടെ പാരൻസിന്. അതുപോലെ സെക്യൂർ ഡാറ്റ സ്റ്റോറേജ് ആണ്. ഇതിനകത്ത് ഞാൻ ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ റിയാക്റ്റും ടൈപ്പ് സ്ക്രിപ്റ്റും ആണ്. ബാക്ക് എൻഡ് പൈത്തണും. പിന്നെ ഡാറ്റാബേസിന് വേണ്ടി എടുത്തേക്കുന്നത് എസ്ക്യുലേറ്റ് ആണ്. അത് ലൈറ്റ് വെയ്റ്റും ഫയൽ ബേസ്ഡ് ഒരു ഡാറ്റാബേസ് ആണ് എസ്ക്യുലേറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോജക്റ്റിലേക്ക് എത്താനായിട്ട് ഞാൻ ഇവിടുത്തെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ അപ്സിത മാം എപ്പോഴും വന്ന് സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസിൻ്റെ കാര്യവും ഫീയുടെ കാര്യവും എപ്പോഴും വന്ന് പറയുന്നത് അത് തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ എൻ്റെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് മെയിനായിട്ടുള്ള പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എനിക്കൊരു ഡിസൈൻ കണ്ടെത്തണമായിരുന്നു. അതിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ പറ്റിയായിരുന്നു. ഡിസൈൻ അതിൽ തന്നെ ലാഗ് വന്ന്, കുറേ ബട്ടൺസ് ചിലതൊന്നും വർക്ക് ആകാണ്ട് വന്ന്, അതെല്ലാം റെക്ടിഫൈ ചെയ്ത് കുറേ ലേൺ ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് ആക്കി എടുത്തേക്കുന്നത് തന്നെ. മെയിനായിട്ടുള്ള ചാലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് റിസ്ക് ലെവലാണോ അതോ ആ കുട്ടി അതിൻ്റെ റിപ്പോർട്ട്സ് ഒക്കെ എടുത്താലും നമുക്ക് എല്ലാം കഴിഞ്ഞായിരിക്കും ആ കുട്ടിക്ക് കെയർ കൊടുക്കുന്നത് തന്നെ. അത് ചിലപ്പോൾ കെയർ കൊടുക്കേണ്ട സമയം പിന്നിട്ട് കാണും. അത് കാരണം അവരുടെ അക്കാഡമിക് കാര്യങ്ങളാണേലും നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അതെല്ലാം മാനേജ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് തന്നെ. ഫ്യൂച്ചറിൽ ഇതിൽ നമുക്ക് വേണമെങ്കിൽ GSM ആഡ് ചെയ്തിട്ട് ഇമെയിൽസ് അല്ലെങ്കിൽ പാരൻസിന് ഡയറക്റ്റ് മെസ്സേജ് പോകുന്ന രീതി ആക്കാവുന്നതാണ്. ഇതിപ്പോൾ അഡ്മിൻ ബേസ്ഡ് മാത്രമേ ഞാൻ ജസ്റ്റ് പ്രോട്ടോടൈപ്പ് ആയാലും അഡ്മിൻ ബേസ്ഡ് ആണിത്. ഇത് നമുക്ക് ഓരോ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഓരോ റോൾ ബേസ്ഡ് ആക്കി ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് ഇറക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഇതിൽ ഞാൻ കുറച്ച് സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ കോഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റുഡൻസിനെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 ബാച്ചസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റുഡൻസിന് വേണമെങ്കിൽ ആ ബാച്ചിലോട്ട് അസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ ബാച്ച് അസൈൻമെൻ്റ് ഉണ്ടോ, അതിൽ നമുക്കിപ്പോൾ ഡിപ്ലോമ 16 ആണെങ്കിൽ അതിൽ കൊടുക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഇപ്പം ഇനി ഓരോ സ്റ്റുഡൻസിനെ ഓരോ ബാച്ചിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ബാച്ച് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസ് എൻറോൾമെൻറ്റ് സമയത്താണ് അസൈൻ ചെയ്യുന്നത് ഓരോ ബാച്ചിലേക്ക്. പിന്നെ നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഡേറ്റ് വൈസ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇന്നിപ്പോൾ ബാച്ചിലെല്ലാവരും പ്രസൻ്റ് ആണെങ്കിൽ സെലക്ട് ബാച്ച് പ്രസൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ബാച്ചിലെല്ലാവരും പ്രസൻ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അല്ലെങ്കിൽ സെലക്ട് ബാച്ച് ആബ്സെൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ബാച്ചിലെല്ലാം ആബ്സെൻ്റ് ആണെന്ന് കാണിക്കും. അതേപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പ്രസൻറ്റ് ആബ്സെൻ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫിനാൻസിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഇതിൽ നമുക്ക് ഈ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇവർ ജോയിൻ ചെയ്ത ടൈമിൻ്റെ നെക്സ്റ്റ് മന്ത് ആയിട്ടായിരിക്കും വരുന്നത്. അത് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ്. അതുപോലെ കളക്റ്റിൽ നമുക്ക് ഫീസ് എത്രയാണെന്ന് വെച്ചാൽ അത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കണ്ട EMI എത്രയാണോ കോഴ്സ് ഫീ അതിനനുസരിച്ച് മന്ത്ലി ഇത് സെറ്റ് ആവുന്നതാണ് ഇതിൽ. പിന്നെ ഇതിൽ മന്ത്ലി റിപ്പോർട്ട്സ് എടുക്കാം ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് വൈസ്, അസൈൻമെൻറ്റ് കംപ്ലീഷനും അതേപോലെ പ്രോജക്റ്റ് സബ്മിഷനൊക്കെ വെച്ച്, പിന്നെ എക്സാം റിസൾട്ട് ഒക്കെ വെച്ച് നമുക്ക് നേരത്തെ കൂട്ടി ഓരോ കുട്ടിയുടെ പെർഫോമൻസ് എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുവഴി നമുക്ക് നേരത്തെ ഒരു കുട്ടി ഇപ്പോൾ അക്കാഡമിക് വീക്ക് ആവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകം കെയർ കൊടുക്കാൻ പറ്റും. ഇതുണ്ടാവും. ഇപ്പോൾ അറ്റൻഡൻസ് 2 പേരുടെ എല്ലാ ദിവസവും ആബ്സെൻ്റ് കൊടുത്തു പറഞ്ഞാൽ അവരുടെ ക്രിട്ടിക്കൽ അറ്റൻഡൻസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാത്രം ഫിനാൻസ് ഇതാക്കി കൊടുക്കുകയാണ്. ഇതുണ്ടോ? അപ്പോൾ ഫീ അടക്കാത്ത സ്റ്റുഡൻറ്റിൻ്റെ ഇതുപോലെ തന്നെ കുറേ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്മാർട്ട് അനലൈസ് വഴി അത് കാണിക്കുന്നതാണ്. ഓവർ ഡ്യൂ അറ്റൻഡൻസും കുറവാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ കാരണം എല്ലാ ദിവസവും ആബ്സെൻ്റ് ആക്കിയാണ് കൊടുത്തേക്കുന്നത്, അത് കാരണമാണ്. ഇതുപോലെ തന്നെ അലേർട്ട് സെൻറ്ററിൽ നമുക്ക് ഫീ അലേർട്ട് കൊടുക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷനിൽ കാണാം നമുക്ക്.